നമുക്കിന്ന് കപ്പയും കക്ക റോസ്റ്റും ഉണ്ടാക്കിയാലോ. ആദ്യം കക്ക റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് ഞാനിപ്പോൾ കക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം നോക്കി ഇതിനാവശ്യമായ ചേരുവകൾ നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു പാനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്വല്പം കടു ചേർക്കാം. കടു പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 2.5 സ്പൂൺ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലതുപോലെ നമുക്കങ്ങ് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കക്ക ഇവിടെ റെഡിയായി കാണും. കണ്ട കക്ക വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ നമ്മൾ ഉപ്പിട്ടായിരുന്നു കക്ക വേവിച്ചത്, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അല്പ വെള്ളം ഇത് ഉണക്കൊലന്ന് നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വേവിക്കണ്ടേ. ഇനി നമുക്ക് കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പം വെള്ളത്തിൽ കപ്പ വേവിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിനാവശ്യമായ അരപ്പ് റെഡിയാക്കാം. 2 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, സ്വല്പം കറിവേപ്പിലയും, ഒരു പിടി തേങ്ങയും, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു സ്വല്പം ജീരകവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി കാണും. നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. ഈ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു കപ്പയും കക്ക റോസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്.